റമദാനൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തുല്ലേ? അപ്പൊ അടിപൊളി റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു പാക്ക് പാലും ഒരു കപ്പ് വെള്ളവും അര കപ്പ് പഞ്ചസാരയും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ചേർക്കണം. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കോൺഫ്ലവർ ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർക്കുക. അരക്കപ്പ് സേമിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി വേണം. കുതിർന്നിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഒപ്പം തന്നെ ചേർക്കണേ. അപ്പൊ അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നല്ല കട്ട് ആവുകയാണെങ്കിൽ കുറച്ച് പാല് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തിയെടുത്ത ചിയാ സീഡ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ കയ്യിലുള്ള പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ഏതാ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റ് ആയി വരും. അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല. നോമ്പറക്കാൻ നേരെ വെക്കണമെങ്കിൽ വേഗം എടുത്തോണ്ടിട്ടാ. എന്തായാലും ഇത് ഒരു കിടുക്കാച്ചി റെസിപ്പി ആട്ടോ. എല്ലാരും ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.